ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓവർവ്യൂ ഓഫ് ടാബ്ലോ. നമ്മളൊരു ഡാറ്റ സെറ്റ് കണക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതും ഏറ്റവും കുറഞ്ഞൊരു ടൈം പീരീഡിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ ടാബിൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് നമ്മളിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഡാറ്റനെ ലോഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റോറിൻ്റെ 2015 മുതലുള്ള ഒരു സെയിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒരു ഡാറ്റ സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇത് തന്നെ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് കോളം കാണാം. ഐ ഡി ഉണ്ട്, പ്രൊഡക്റ്റ് ബേസ് മാർജിൻ ഉണ്ട്, കൺട്രി ഉണ്ട്, റീജിയൻ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ലാസ്റ്റ് നമുക്ക് ഓരോ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ സ്റ്റേറ്റും ആൻഡ് മോസ്റ്റ് ലീസ്റ്റ് പ്രോഫിറ്റബിൾ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടാബ്ലോ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ എക്സൽ ഫയൽ വേണ്ടി കണക്ട് ചെയ്യാം. ത്രൂ എക്സൽ വഴി നമുക്ക് കണക്ട് ചെയ്യാം. ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിന് നമ്മൾ ഓർഡേഴ്സിന് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ ഒരു വൈറ്റ് സ്പേസിൽ കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ ഒരു ഡാറ്റയുടെ നമുക്കൊരു ഓവർവ്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളവിടെ ചെക്ക് ചെയ്ത പോലെ OID, ഓർഡർ പ്രൈവറ്റ്, ഡിസ്കൗണ്ട്, യൂണിറ്റ് പ്രൈസ്, ഷിപ്പിംഗ് എല്ലാം നമുക്ക് ഇവിടെ. ഇതെല്ലാം നമ്മളൊരു വർക്ക് ഷീറ്റിൽ നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ഷീറ്റിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൺട്രി ബേസ് നമ്മൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ വൈറ്റ് സ്പേസിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഒരു കൺട്രി മാപ്പ് നമുക്കിവിടെ ഒരു പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ഒരു കൺട്രിയുടെ മാപ്പ് പ്ലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഓഫ് പ്രൊവിൻസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ വരുന്നതിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിന് നമുക്ക് ഡോട്ട് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മുടെ പ്രോഫിറ്റിനടുത്തിട്ട് നമുക്ക് കളറിൽ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ പ്രോഫിറ്റ് ബേസിൽ ഓരോ കളർ കാണാൻ പറ്റും. അതായത് കൂടുതൽ വരുന്നിടത്ത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡും ഏറ്റവും കുറവ് വരുന്നിടത്ത് നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡും കാണാൻ പറ്റും. ഇനി നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ലേബിൾ കൊടുക്കണം. ലേബിൾ കൊടുക്കുമ്പോൾ ഏതൊക്കെ റീജിയനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ലേബിൾ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്കിവിടെ ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. ഏറ്റവും മോസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാലിഫോർണിയയിലാണ്. ലീസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് നോർത്ത് കറോളിനയിലാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മൾ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ക്വിക്ക് ഓവർവ്യൂ ഓഫ് ടാബ്ലോ. ഇനി നമുക്കിവിടെ നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ഓഫ് പ്രൊവിൻസ് നമുക്ക് അവിടെ നിന്ന് ലേബൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ് എന്നുള്ളത് അവിടെ പ്ലോട്ട് ചെയ്ത് വരും.